ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. നമ്മളോടൊപ്പം ചേരുന്നത് ചാലക്കുടി മണ്ഡലം LDF ലോക്സഭാ സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥാണ്. മാഷ്, ഇപ്പോൾ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ? ഏപ്രിൽ 26 ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏകദേശം ഒരു മാസമുണ്ട്. പ്രവർത്തനം ചിട്ടപ്പെടുത്താൻ സമയമുണ്ട്. ആ സമയത്തിൻ്റെ ഉള്ളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പൂർത്തിയാക്കും. നല്ല ഭംഗിയായി പൂർത്തിയാക്കും എന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു തീയതി പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ഒരു ആദ്യഘട്ട പ്രചരണ പരിപാടികളൊക്കെ കഴിഞ്ഞോ? ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു? ഒന്നാം ഘട്ടം കഴിഞ്ഞു. എല്ലാ മണ്ഡലത്തിലും എല്ലാ പഞ്ചായത്തിലും ഒരു വട്ടം എത്തിയിട്ടുണ്ട്. കൺവെൻഷനുകളെല്ലാം കഴിഞ്ഞു, ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. വാസ്തവത്തിൽ അത് തുടങ്ങിയ കാലത്തുണ്ടായതിനേക്കാൾ ആത്മവിശ്വാസം ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഈ ചാലക്കുടി മണ്ഡലത്തിന്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിലും പല ഘട്ടങ്ങളിലും അട്ടിമറികൾ സംഭവിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. ഇപ്പോൾ സിറ്റിംഗ് MP ആണ് മറുവശത്ത് നിൽക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ എങ്ങനെയാണ് ചാലക്കുടിയുടെ ഒരു അന്തരീക്ഷത്തെ നോക്കിക്കാണുന്നത്? ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നെമ്പാടം മാഷും പിന്നെ ശ്രീ ഇന്നസെന്റും നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച ചരിത്രമുണ്ട്. അപ്പോൾ ഒരു ഇടതുപക്ഷ മനസ്സ് ചാലക്കുടിക്കുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് കൂടുതൽ പ്രസക്തമാകുകയാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പല നടപടികളും സാധാരണ മനുഷ്യനെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് മാത്രമേ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയൂ എന്നൊരു തിരിച്ചറിവ് അനുഭവത്തിലൂടെയും സൈദ്ധാന്തികമായിട്ടുണ്ടായ കാലത്ത് ഒരു ഇടതുപക്ഷ മനസ്സുണ്ട് എന്നുള്ളതും ഈ ഒരു സാഹചര്യവും ഇത് രണ്ടും ചേരുമ്പോൾ പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ ഇടതുപക്ഷ വിജയത്തിന്റെ സാധ്യത ഉണ്ടാവുകയാണ്. മാഷ്, ഇപ്പോൾ നമ്മൾ ചാലക്കുടി മണ്ഡലം നോക്കുകയാണെങ്കിൽ എറണാകുളത്തിന്റെയും തൃശ്ശൂരിന്റെയും ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ നോക്കുകയാണെങ്കിൽ BJP വലിയ നിലയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, പ്രധാനമന്ത്രിയെ അടക്കം ഇറക്കിക്കൊണ്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഈ സമീപകാലത്ത് നടത്തിയിരുന്നു. ഇത് ഏതെങ്കിലും തരത്തിലൊരു ചലനം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടോ? സുരേഷ് ഗോപിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ വാസ്തവത്തിൽ ഒരു വല്ലാത്തൊരു ഭീഷണിയുടെ വക്കിലാണ്. അതായത് മതനിരപേക്ഷത, സെക്യുലറിസം, ഇതൊക്കെ ഭീഷണി നേരിടുന്ന ഒരു കാലഘട്ടമാണ്. 10 വർഷക്കാലത്തെ കേന്ദ്ര സർക്കാരിന്റെ ഭരണത്തിലൂടെ ഉണ്ടായ ഒരു അവസ്ഥയാണ്. വാസ്തവത്തിൽ ഇന്ത്യയുടെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരമാണ്, മൂല്യങ്ങളാണ്. അത് നഷ്ടപ്പെടുക എന്നുള്ളതാണ് 10 കൊല്ലത്തെ ഭരണത്തിന് ശേഷം ഉണ്ടായൊരവസ്ഥ. തീർച്ചയായിട്ടും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അത്തരത്തിലൊരു അവസ്ഥയിൽ ഇതിനെ നേരിടാൻ, ഇങ്ങനെയുള്ളൊരവസ്ഥയെ നേരിടാൻ, സെക്യുലറിസത്തെ ഉയർത്തിപ്പിടിക്കാൻ, ഫെഡറലിസത്തെ ഉയർത്തിപ്പിടിക്കാൻ ലെഫ്റ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കാൻ. അതുകൊണ്ട് മറ്റുള്ള ഇതുകളൊന്നും ഒരു വിഷയമേ അല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചാലക്കുടിയിലെ ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരു വശത്ത് 2020 എന്നൊരു പാർട്ടി കൂടി മത്സരരംഗത്തുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 അവർക്ക് വലിയ രീതിയിൽ വോട്ട് നേടാൻ ചാലക്കുടിയിൽ സാധിച്ചിട്ടുണ്ട്. സിറ്റിംഗ് MLA തോൽവിക്ക് കാരണമാകാനും ഒരു തരത്തിൽ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്തവണ ഈ 2020 മത്സരത്തിന് ഇറങ്ങുമ്പോൾ അതൊരു വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ടോ? വെല്ലുവിളിയൊന്നും ആവില്ല. 2020 ആർക്കും മത്സരിക്കാനുള്ള ജനാധിപത്യ ഒരു പ്രക്രിയയാണ്. ആർക്കും മത്സരിക്കാൻ അവകാശവും എല്ലാം ഉണ്ട്. എല്ലാവരും മത്സരിക്കട്ടെ. ഒരു ജനാധിപത്യ പ്രക്രിയ കുറെ കൂടി പുഷ്കലമാകുന്നതാണ് എന്നേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ അതൊന്നും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അനുകൂല സാഹചര്യത്തിന് പ്രതിബന്ധമല്ല. കാരണം ക്രിസ്റ്റൽ ക്ലിയറാണ് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം. സെക്യുലറിസം ഭീഷണി നേരിടുന്നു, ഫെഡറലിസം നേരിടുന്നു, അതുപോലെ ഭരണഘടന നേരിടുന്നു. ഇത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസാണ്. അപ്പോൾ ക്രൈസിസിൽ ജനങ്ങളുടെ കടമയാണ് ഇന്ത്യയെ രക്ഷിക്കുക എന്ന തിരിച്ചറിവാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. അപ്പം അതുകൊണ്ട് മറ്റാര് മത്സരിക്കുന്നു ഇതൊന്നും വിഷയമല്ല. ലെഫ്റ്റ് അവിടെ ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. ലെഫ്റ്റ് ഉണ്ടെങ്കിൽ ഓപ്ഷൻ ലെഫ്റ്റ് തന്നെയാണ് എന്ന് ജനങ്ങൾ കാണുന്ന ഒരവസ്ഥയുണ്ട്. ചാലക്കുടിക്ക് അപ്പുറത്തേക്ക് കേരളത്തിൽ ഈ ഒരു റിസൾട്ട് വരുമ്പോഴേക്കുമുള്ള ചിത്രവും ലെഫ്റ്റിന് അനുകൂലമായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും വളരെ വളരെ അനുകൂലമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഇതുവരെയുള്ള ഇവിടുത്തെ, അതായത് ചാലക്കുടിയിലെ തെരഞ്ഞെടുപ്പ് അനുഭവത്തിലൂടെ തോന്നുന്നത്. പൊതുവായിട്ടുള്ള ഒരു അറിവ് മാത്രമല്ല, മറ്റു മണ്ഡലങ്ങളിലൊന്നും പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ തന്നെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാണ്. 20 ലോക്സഭാ നിയോജകമണ്ഡലത്തിലും ഇടതുപക്ഷത്തിന് നല്ല സാധ്യതയാണ് കാണുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.